പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേൻ. അമ്മേ പരിശുദ്ധ അമ്മേ, അമ്മേ പരിശുദ്ധമേ, ദൈവമാതാവേ, കൃപാസനത്തിലൂടെ ഞങ്ങളുടെ ദേശത്തിനും അമ്മ മധ്യസ്ഥം തേടി തന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും കൃപകൾക്കും ഞങ്ങളിപ്പോൾ ഹൃദയം നിറഞ്ഞ നന്ദി പറയുന്നു. അമ്മേ പരിശുദ്ധമേ, ദൈവമാതാവേ, 2004 ഡിസംബർ 7 ഉച്ചകഴിഞ്ഞ് 2:30 കൃപാസനത്തിൽ സംഭവിച്ച അമ്മയുടെ പ്രത്യക്ഷപ്പെടലിനെ കുറിച്ച് തിരുസഭയ്ക്ക് സമർപ്പിച്ചിരിക്കുന്ന പഠനരേഖകളുടെ സഭാത്മകമായ പഠനം ആരംഭിക്കുവാൻ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അമ്മേ പരിശുദ്ധമേ, ഭൂസ്വർലോകങ്ങളുടെ രാജ്ഞിയായ അങ്ങേയ്ക്ക് ഭൗമസംരക്ഷണത്തിനായി പ്രപഞ്ചപ്രകൃതിയെ തന്നെ തിരുസഭ പ്രതിഷ്ഠിക്കുവാൻ ഈ പ്രത്യക്ഷീകരണം വഴി ഇടയാക്കണമേ. പരിശുദ്ധമേ, ജപമാല മാതാവേ, സകല കൃപാസനം പ്രാർത്ഥനയോടും ചേർത്ത് ഞങ്ങളിപ്പോൾ പ്രാർത്ഥിക്കുന്ന ഈ കുടുംബത്തിന്റെ പ്രത്യേക നിയോഗം പറ മക്കളെ. അമ്മയുടെ പ്രത്യക്ഷീകരണത്തിന്റെ ഈ അനുഗ്രഹവേളയിൽ ഞങ്ങൾക്ക് സാധിച്ചു തരുവാൻ കനിയണമേ. ആമേൻ. വിശ്വാസ പ്രമാണം. സർവശക്തനായ പിതാവും ആകാശത്തിന്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു. അവിടുത്തെ ഏകപുത്രനും ഞങ്ങളുടെ കർത്താവുമായ ഈശോമിശിഹായിലും ഞാൻ വിശ്വസിക്കുന്നു. ഈ പുത്രൻ പരിശുദ്ധാത്മാവിനാൽ ഗർഭസ്ഥനായി കന്യകാമറിയത്തിൽ നിന്ന് പിറന്ന് പൊന്തിയോസ് പീലാത്തോസിന്റെ കാലത്ത് പീഡകൾ സഹിച്ച് കുരിശിൽ തറയ്ക്കപ്പെട്ട് മരിച്ച് അടക്കപ്പെട്ട് പാതാളങ്ങളിൽ ഇറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്ന് 3-ാം നാൾ ഉയർത്ത് സ്വർഗത്തിലേക്ക് എഴുന്നള്ളി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിന്റെ വലതുഭാഗത്തിരിക്കുന്നു. അവിടെ നിന്ന് ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കുവാൻ വരുമെന്നും ഞാൻ വിശ്വസിക്കുന്നു. പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു. വിശുദ്ധ കത്തോലിക്കാ സഭയിലും പുണ്യവാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ശരീരത്തിന്റെ ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു. ആമേൻ. സ്വർഗ്ഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ. അന്നു വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, തിന്മയിൽ ഞങ്ങൾ രക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി. കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. നിന്റെ ഉന്നതമായ നാമത്തിന് സ്തോത്രം ചെയ്യുന്നു. കർത്താവേ, നിന്റെ വിശുദ്ധ പൗരോഹിത്യത്തെ മഹത്വപ്പെടുത്തുന്നു. കർത്താവ്, ഈ പ്രഭാതത്തിലെ അങ്ങയുടെ മക്കളെ കാത്തു കൊതിച്ചിരിക്കുകയാണ് ഈശോയെ. നിന്റെ വലതുകരത്തിൻ്റെ ഒരു ആശീർവാദം കിട്ടാൻ വേണ്ടി. കർത്താവ്, ഇന്ന് യാത്രക്കൊരുങ്ങുന്ന ഓരോ മക്കളുണ്ട്. ഓരോ ഉദ്യമങ്ങളിലൂടെ മനസ്സിൽ വിചാരിച്ചുകൊണ്ട് പോണവരുണ്ട്. ഓരോ ലക്ഷ്യങ്ങൾ മനസ്സിൽ വെച്ച് പോകുന്നവരുണ്ട്. കർത്താവേ, നിന്റെ തിരുമുറുവാർന്ന് ആണിപ്പെടുതാന്ന് വലതുകരം മക്കളുടെ ശിരസ് വെക്കണമേ. അവർ പോകുന്നിടത്തേക്കല്ല, നീ പോകുന്നിടത്തേക്കെല്ലാം ഞാൻ നിൻ്റെ കൂടെ വരുമെന്ന് കർത്താവ് അങ്ങ് പറഞ്ഞിട്ടുണ്ടല്ലോ ഈശോയെ. അങ്ങയുടെ സഞ്ചാര സാന്നിധ്യം അങ്ങയുടെ മക്കളുടെ കൂടെ ഉണ്ടായിരിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ഉദ്യോഗത്തിൻ്റെ കാര്യത്തിന് വേണ്ടി പോകുന്നവരുണ്ട്, പഠന കാര്യങ്ങൾക്ക് വേണ്ടി പോകുന്നവരുണ്ട്, ജീവിത വ്യാപാരങ്ങൾക്ക് സാമ്പത്തിക കാര്യങ്ങൾക്ക് വേണ്ടി പോകുന്നവരുണ്ട്, ജോലി സംബന്ധമായ കാര്യങ്ങൾക്ക് വേണ്ടി പോകുന്നത് അവരുടെ എല്ലാം കർത്താവിൻ്റെ തിരുസേന സമർപ്പിക്കുന്നു. ടെസ്റ്റ്, ഇൻ്റർവ്യൂ, പരീക്ഷ, അതുപോലെ തന്നെ ഏജൻസി, ക്രയവിക്രയങ്ങൾ,
ജീവിതമാർഗങ്ങൾ, വിദൂര യാത്രകൾ, അങ്ങനെ ബന്ധുത്വം മുറക്ക് പോകുന്ന വിവാഹ യാത്രകൾ, ഈശോയെ എവിടെയെല്ലാമൊക്കെ പോകുന്നു അവിടെയെല്ലാം അങ്ങയുടെ മക്കളുടെ കൂടെ നീ ഉണ്ടാകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഇന്നത്തെ മുഴുവൻ യാത്രകളിൽ കർത്താവ് നിൻ്റെ കൂടെ ഉണ്ടാവുകയും മാതാവ് നിൻ്റെ വലതുകരം ഗ്രഹിക്കുകയും സഞ്ചാരി മാതാവ് രാത്രി നീ തിരികെ വരുമ്പോൾ നിന്നെ ആരോഗ്യത്തോടെയും സമാധാനത്തോടെയും സുരക്ഷിതമായി ദൈവം നിന്നെ തിരികെ എത്തിക്കുകയും ചെയ്യട്ടെ. നിത്യം പിതാവും പുത്രനും പരിശുദ്ധാത്മാശ്രയിക്കുന്നതാണ്. എൻ്റെ പ്രിയപ്പെട്ടവരെ, നമ്മൾ 3-ാം ദിവസമാണ് നമ്മൾ ഇന്ന് പറയണത്. ഹെബ്രായർ 4:16 കരുണയും കൃപാവരവും ലഭിക്കുന്നതിനായി നമുക്ക് പ്രത്യാശയോടെ കൃപാവരത്തിന്റെ സിംഹാസനത്തെ സമീപിക്കാം. അപ്പൊ കൃപാവരത്തിന്റെ സിംഹാസനം എന്താ നമ്മൾ കണ്ടു. 2 കൊരിന്ത്യർ 1:20 സകല വാഗ്ദാനം ക്രിസ്തുവിൽ അദ്ദേഹം തന്നെയാണ്. 1-ാം ദിവസം നമ്മൾ വിശ്വാസം ഒന്ന് കണ്ടു, സമീപിക്കാനുള്ള യോഗ്യത. 2-ാമത്തെ എന്താണ്? വിശുദ്ധി. 3-ാമത്തെ എന്താണ്? മാനസാന്തരം. 3-ാമത്തെ യോഗ്യത ഇന്നത്തെ ദിവസം നമ്മൾ പറയുന്ന മാനസാന്തരത്തെ കുറിച്ചാണ്. അതിന് ഒരു വചനം നമ്മൾ പറയേണ്ടത് 1 യോഹന്നാൻ 1:9 എടുത്തേ. എന്നാൽ നാം പാപങ്ങൾ ഏറ്റുപറയുന്നെങ്കിൽ അവൻ വിശ്വസ്തനും നീതിമാനുമാകയാൽ പാപങ്ങൾ ക്ഷമിക്കുകയും എല്ലാ അനീതികളിൽ നിന്ന് നമ്മെ ശുദ്ധീകരിക്കുകയും ചെയ്യും. അപ്പൊ ഏറ്റുപറയുന്നത് പ്രധാനപ്പെട്ട വിഷയമാണ്. ആദിമകാലങ്ങളിലൊക്കെ ജനങ്ങളോട് പബ്ലിക്കായിട്ടാണ് ആൾക്കാർ പാപങ്ങൾ പറഞ്ഞുകൊണ്ടിരുന്നത്. അവർക്കന്ന് അത്ര അഹങ്കാരം ഇല്ലായിരുന്നു. ജനങ്ങൾക്ക് അഹങ്കാരം കൂടിയപ്പോഴാണ് അത് കുമ്പസാരക്കൂട്ടിൽ വൈദികനോട് മാത്രം പറഞ്ഞാൽ മതി എന്നുള്ള പാരമ്പര്യം ഉണ്ടായത്. ജനങ്ങൾ പബ്ലിക്കായിട്ടാണ് പാപങ്ങൾ ഏറ്റു പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അതൊക്കെ എന്താ കാര്യം? അവർക്ക് ആ ഏറ്റുപറച്ചിലൂടെ വിശുദ്ധി ലഭിക്കുമെന്നും കർത്താവുമായിട്ട് ഐക്യപ്പെടുമെന്നും സ്വർഗരാജ്യത്ത് അവകാശിയാകണമെന്നും ദൈവത്തെ കൂടെ സഞ്ചരിക്കാൻ കഴിയുമ്പോൾ അവരെന്ത് കോംപ്രമൈസിനും തയ്യാറാകും. അനുതാപത്തോടെ അവർ പബ്ലിക്കായിട്ട് താൻ ചെയ്ത തെറ്റുകൾ പറയും. പക്ഷേ കാലാന്തരത്തിലാണത് കർത്താവ് യോഹന്നാന് കൊടുത്തിരിക്കുന്ന അപ്പോസ്തലന്മാർക്ക് കൊടുത്തിരിക്കുന്ന വാഗ്ദാനമില്ലേ, നിങ്ങൾ ആരുടെ പാപങ്ങൾ മോചിക്കുന്നുവോ അവ മോചിക്കപ്പെടുമെന്നുള്ള ഈ യോഹന്നാൻ 20:23 അനുസരിച്ചുള്ള വാഗ്ദാനം അനുസരിച്ചുകൊണ്ടാണ് നമ്മളിപ്പോഴേ ആ പാരമ്പര്യം ഫോളോ ചെയ്തുകൊണ്ടാണ് നമ്മൾ ക്രിസ്തുവിൻ്റെ പ്രതിനിധിയായ വൈദികനോട് ക്രിസ്തുവിൻ്റെ നാമത്തിൽ പാപങ്ങൾ ഏറ്റുപറയുന്നത്. പക്ഷേ ഏറ്റുപറയുമ്പോൾ എന്താ സംഭവിക്കണത്? എന്നാൽ നാം പാപങ്ങൾ ഏറ്റുപറയുന്നെങ്കിൽ അവൻ വിശ്വസ്തനും നീതിമാനുമാകയാൽ പാപങ്ങൾ ക്ഷമിക്കുകയും എല്ലാ അനീതികളിൽ നിന്ന് നമ്മെ ശുദ്ധീകരിക്കുകയും ചെയ്യും. അപ്പൊ ഏറ്റുപറയുമ്പോൾ അനീതികളിൽ നിന്ന് നമ്മൾ ശുദ്ധീകരിക്കപ്പെടുകയും ഈശോ നമ്മുടെ പാപങ്ങൾ ക്ഷമിക്കുക. അതുകൊണ്ടാണ് ഞാൻ എപ്പോഴും നിങ്ങളോട് 2 ആഴ്ച കൂടുമ്പോൾ കുമ്പസാരം നീട്ടി വെക്കരുതേ, 2 ആഴ്ച കൂടുമ്പോൾ ഏറ്റു പറയണേ. അപ്പോൾ എന്താ, അത് നമ്മുടെ മാനസാന്തരത്തിൻ്റെ ഒരു ലക്ഷ്യമാണ്. അപ്പം അത് നമ്മൾ സൂക്ഷിക്കണം. അപ്പം ഞങ്ങൾ പോയി 2 ആഴ്ച കൂടുമ്പോൾ കുമ്പസാരിക്കണമെന്നുണ്ടെങ്കിൽ അപ്പം നിങ്ങൾക്ക് അത് ചെയ്യേണ്ടതല്ലേ? പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമം. യേശുവേ സ്തോത്രം, യേശുവേ നന്ദി. അമ്മ ജീവനോട് പ്രത്യക്ഷപ്പെട്ട ഈ അൾത്താരയിൽ എന്നെ ഒരു സാക്ഷിയായി തീർത്തതിന് അമ്മയ്ക്കും തിരുവുമാരനും ആദ്യം തന്നെ നന്ദി പറയുന്നു. എൻ്റെ പേര് ജിഷ. ഞാൻ പത്തനംതിട്ട ജില്ലയിൽ കോട്ടയം സെൻറ് തോമസ് മലങ്കര കത്തോലിക്ക ദേവാലയ ഇടവക അംഗമാണ്. എൻ്റെ മോളുടെ പേര് ജസ്റ്റിന. ഞാനിവിടെ സാക്ഷ്യപ്പെടുത്താൻ പോകുന്നത് 13 വർഷമായിട്ട് വെള്ളമില്ലാതെ ഭാരപ്പെട്ട് 5 കിണർ കുഴിച്ചു. 5 കിണറും പാറ മാത്രം അവശേഷിച്ചു. ഒരു കുഴൽക്കിണർ കുത്തി, അവിടെയും 125 അടി താന്നു. അവിടെയും പാറപ്പൊടി അല്ലാതെ എനിക്കൊന്നും കിട്ടിയില്ല. ഞാൻ മനസ്സ് മടുത്തു. ഞാൻ ഇനിയും കിണർ കുഴിക്കുകയില്ല എന്ന് ഞാൻ തീരുമാനിച്ചു. അങ്ങനെ ഇരിക്കുന്ന വേളയിൽ എൻ്റെ അടുത്ത് ഞാൻ ഈ അച്ഛൻ്റെ ഡെയിലി ബ്രെഡ് ദിവസവും സ്റ്റാറ്റസ് ഇടാറുണ്ട്. സ്റ്റാറ്റസ് ഇട്ടപ്പോൾ എൻ്റെ അടുത്ത വീട്ടിലെ ഒരു മകൾ പറഞ്ഞു, ചേച്ചി എനിക്ക് ഇച്ചിരി ഉപ്പ് തരണം, ഞാൻ ചേച്ചിയുടെ ഡെയിലി ബ്രെഡ് കാണാറുണ്ട് എന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ അവൾക്ക് ഉപ്പ് കൊടുത്തു. അവൾ ആദ്യം ഒരു കിണർ വെട്ടി. അവിടെ അത് പാറ തന്നെയാണ്, ആ പ്രദേശം മൊത്തം പാറയാണ്. അവൾ ആ കിണറ്റിൽ ഉപ്പിട്ടു. അവൾ വേറെ കിണർ വെട്ടി. അവൾക്ക് ഒത്തിരി വെള്ളം കിട്ടി. ആ സമയത്ത് ഞാനും ചിന്തിച്ചു, അത്രയും നാളും ഞാൻ ഇനിയും കിണർ വെട്ടില്ല എന്ന് തീരുമാനിച്ചിരുന്ന എൻ്റെ മനസ്സിൽ പെട്ടെന്നൊരു ചിന്ത വന്നു, എനിക്കൊരു കിണർ വെട്ടണം എന്ന് കരുതി ഞാൻ മാതാവിനോട് ഇന്ന് പ്രാർത്ഥിച്ച് ആ മകനെ തന്നെ വിളിച്ചു. സ്ഥാനം കണ്ടു. അവൻ പറഞ്ഞു, 15 അടി താഴുമ്പോൾ ഇവിടെയും നിങ്ങൾക്ക് പാറയായിരിക്കും എന്ന് പറഞ്ഞു.
ഞാനപ്പോൾ മനസ്സുകൊണ്ട് പറഞ്ഞു, ഞാൻ ഉടമ്പടിയിലാണ്, ഞാൻ ഡെയിലി ബ്രെഡ് കാണുന്നുണ്ട്, അച്ഛൻ്റെ ധ്യാനം കാണുന്നുണ്ട്, കേൾക്കുന്നുണ്ട് എന്നൊക്കെ ഞാൻ പൂർണ്ണമായി വിശ്വസിച്ച് ഞാൻ അവളുടെ മകനോട് പറഞ്ഞു, എന്തായാലും വെട്ടിക്കോ, നോക്കാമെന്ന് കരുതി. അങ്ങനെ വെട്ടി 15 അടി താന്ന് ചെന്നപ്പോൾ അവിടെ ഒരു ഉരുണ്ട കല്ല് കണ്ടു. അത് പക്ഷേ നിസ്സാരമായിരുന്നു. അതിനു മുമ്പായിട്ട് ഞാൻ 5:30 ആകുമ്പോൾ വൃത്തിയായിട്ട് അവിടെ ആ കിണർ കുഴിക്കുന്ന സ്ഥലത്ത് നിന്ന് അച്ഛൻ്റെ ഡെയിലി ബ്രെഡ് കാണുകയും അവിടുത്തെ വെഞ്ചരിച്ച ഉപ്പ് അവിടെ ഇട്ട് പ്രാർത്ഥിക്കുകയും ചെയ്യാറുണ്ടായിരുന്നു. അങ്ങനെ പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായിട്ട് ആ ഉരുണ്ട കല്ലായിരുന്നു, അതെടുത്ത് നീക്കാൻ സാധിച്ചു. പിന്നെ 22 അടി താഴ്ന്നപ്പോൾ ഞങ്ങൾക്ക് സമർത്ഥമായിട്ട് വെള്ളം, ഈ ഫെബ്രുവരിയിലാണ് നല്ല ഉണക്കിൻ്റെ സമയമായിരുന്നു. ഒരു റിങ് അത്രത്തോളം ഞങ്ങൾക്ക് വെള്ളം കിട്ടി. അമ്മ മാതാവ് തന്ന ഈ അനുഗ്രഹത്തിന് എത്ര നന്ദി പറഞ്ഞാലും മതി വരുന്നില്ല. അതുപോലെ രണ്ടാമത്തെ എൻ്റെ സാക്ഷ്യമെന്ന് പറഞ്ഞാൽ, എനിക്ക് കുറേ കാലം കൊണ്ട് നിൽക്കാത്ത ബ്ലീഡിങ് ആയിരുന്നു. ബ്ലീഡിംഗ് എന്ന് പറഞ്ഞാൽ ചെറുതല്ല, അമിതമായ ബ്ലീഡിങ്. അങ്ങനെ 9 ഹീമോഗ്ലോബിൻ ഉണ്ടായിരുന്ന എനിക്ക് 5 ആയിട്ട് അത് മാറി. അപ്പോൾ ഞാൻ ഡോക്ടറെ കാണിച്ചു. ഡോക്ടർ പറഞ്ഞു, ഒരു സോണോഗ്രാഫി എടുക്കണം, സോണോഗ്രാഫി എടുത്ത് നോക്കിയാലേ അറിയത്തുള്ളൂ എന്ന് പറഞ്ഞു. അങ്ങനെ എനിക്ക് സോണോഗ്രാഫി എടുക്കുന്നു. സോണോഗ്രാഫി എടുത്തപ്പോൾ യൂട്രസിൻ്റെ അകത്ത് ഒരു മാംസത്തിൻ്റെ ലെയർ ഉണ്ട്. അപ്പം ഡോക്ടർ പറഞ്ഞു, അത് ബയോപ്സിക്ക് വിടാം, എന്നാൽ നമുക്ക് നോക്കാം എന്ന് പറഞ്ഞ്, ഈ ബ്ലീഡിങ് നിൽക്കാത്തത് കൊണ്ട് അത് ബയോപ്സിക്ക് വിടണം എന്ന് പറഞ്ഞു. അങ്ങനെ അത് ബയോപ്സിക്ക് വിടുന്നതിന് മുമ്പായിട്ട് ചൊവ്വാഴ്ച ദിവസങ്ങളിൽ അച്ഛൻ്റെ ധ്യാനം കൂടുകയും അച്ഛൻ നമ്മളോട് പറയുമല്ലോ, നിങ്ങൾക്ക് രോഗമുള്ള സ്ഥലത്ത് കൈവച്ച് വിശ്വാസ പ്രമാണം ചൊല്ലി പ്രാർത്ഥിക്കണമെന്ന് പറയുകയും ചെയ്യും. അതുമൂലം ഞാൻ എൻ്റെ അടിവയറ്റിൽ കൈവച്ച് വിശ്വാസ പ്രമാണം ചൊല്ലി വെഞ്ചരിച്ച തൈലം പുരട്ടി പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായി ആ ബയോപ്സിക്ക് വിട്ടു. റിപ്പോർട്ട് വന്നപ്പോൾ അത് യാതൊരു കുഴപ്പവും ഇല്ലെന്ന് അറിയുകയും ചെയ്തു. ഈശോയ്ക്കും അമ്മ മാതാവിനും 1000 നന്ദി. ഒപ്പം തന്നെ എൻ്റെ കക്ഷത്തൊരു മുഴ, ബ്രസ്റ്റിനൊരു മുഴ, അങ്ങനെ എനിക്ക് അസ്വസ്ഥതകൾ കൊണ്ട് പല പ്രാവശ്യങ്ങളും അസ്വസ്ഥതയാണ്. എങ്കിലും എല്ലാം ഈ വെഞ്ചരിച്ച തൈലവും അച്ഛൻ്റെ ധ്യാനത്തിൽ കൂടിയും എനിക്ക് ഒത്തിരി സൗഖ്യം ലഭിച്ചിട്ടുണ്ട്. ഈ മഴയാണേലും ഡോക്ടർ പറഞ്ഞു മെമ്മോഗ്രാം ചെയ്യണമെന്ന് പറഞ്ഞു. മെമ്മോഗ്രാം ചെയ്തു. അതും അച്ഛൻ്റെ ധ്യാനത്തിൽ അച്ഛൻ പറയും, പ്രാർത്ഥിക്കുമ്പോൾ നിങ്ങൾക്ക് രോഗമുള്ള സ്ഥലത്ത് കൈവച്ച് പ്രാർത്ഥിക്കുക, അപ്പോൾ നിങ്ങൾക്ക് സൗഖ്യം കിട്ടുമെന്ന് ഞാൻ വിശ്വസിച്ചു. എനിക്കും സൗഖ്യം കിട്ടും, ഞാൻ പൂർണ്ണമായി എനിക്ക് സൗഖ്യപ്പെടുമെന്ന് വിശ്വസിച്ചുകൊണ്ട് ഞാൻ പ്രാർത്ഥിച്ചു. അതും എനിക്ക് മെമ്മോഗ്രാമിൽ നെഗറ്റീവായിട്ട് റിപ്പോർട്ട് വന്നു. ഇത് ഇത്രയുമാണ് എൻ്റെ സാക്ഷ്യം. ഇതിനി എൻ്റെ മോൾക്ക്. എൻ്റെ പേര് ജസ്റ്റീന, ഞാൻ +1 കഴിഞ്ഞു. ഞാൻ അമ്മയാണ് ഉടമ്പടി എടുത്തിട്ടുള്ളത്. അമ്മയുടെ കൂടെ പ്രാർത്ഥനയിൽ ഇങ്ങനെ വരികയും പള്ളിക്കകത്തിരുന്ന് പ്രാർത്ഥിക്കുകയായിരുന്നു ഞാൻ ചെയ്തിരുന്നത്. എൻ്റെ 8ാം ക്ലാസ് മുതലാണ് ഞാൻ ഇങ്ങനെ വന്നുകൊണ്ടിരുന്നത്. ഞാൻ 7 വരെ എങ്ങനെ പഠിച്ചോ അങ്ങനെ തന്നെയാണ് 8, 9, 10 ഒക്കെ പഠിച്ചിരുന്നത്. എന്നാൽ 7ാം ക്ലാസ് വരെ എനിക്ക് കിട്ടാത്തൊരു ടോപ്പ് റാങ്ക്, മീൻസ് 2 ഡിവിഷനായിരുന്നു ഞങ്ങൾക്കുണ്ടായിരുന്നത്. അതിൻ്റെ അകത്ത് ഞങ്ങളുടെ ഡിവിഷനിൽ പോലും എനിക്കൊരു ടോപ്പ് മാർക്ക് എനിക്ക് കിട്ടിയിട്ടില്ലായിരുന്നു. എന്നിട്ട് 8, 9, 10 ക്ലാസ്സുകളിൽ ഞാൻ ഉടമ്പടി മീൻസ് അമ്മയോടൊപ്പം വന്ന് ഇവിടെ പ്രാർത്ഥിച്ചു. അതിനുശേഷം എക്സാമിനൊക്കെ പോകുമ്പോഴാണെങ്കിലും ഉടമ്പടി പ്രാർത്ഥന രാവിലത്തെ ഇല്ലേ, പ്രഭാത പ്രാർത്ഥന, അത് പ്രാർത്ഥിച്ചിട്ടാണ് പോയിരുന്നത്. പിന്നെ അതുപോലെ തന്നെ ബോർഡ് എക്സാമിന് പോകുമ്പോഴാണെങ്കിലും ഇവിടുത്തെ കാശിരൂപവും പിന്നെ ഉപ്പും ഒക്കെ കൊണ്ടുപോകായിരുന്നു. ഉപ്പ് ക്വസ്റ്റ്യൻ പേപ്പറിലും ആൻസർ പേപ്പറിലും ഒക്കെ ഇട്ട് വിശ്വാസപൂർവ്വം തന്നെ പ്രാർത്ഥിച്ചായിരുന്നു എക്സാം എഴുതിയിരുന്നതും. ആദ്യമൊക്കെ കയറുമ്പം മീൻസ് ബോർഡ് എക്സാം, ICCയുടെ ബോർഡ് എക്സാമാണ്. ബോർഡ് എക്സാമിന് ആദ്യമൊക്കെ കയറുമ്പോൾ തന്നെ ക്വസ്റ്റ്യൻ പേപ്പർ കാണുമ്പം അറിയാമെന്നൊക്കെ തോന്നും, പക്ഷേങ്കിൽ എഴുതി വരുമ്പോൾ എവിടേക്കോ മറന്നു പോകുന്നൊരു ഫീലായിരുന്നു വന്നിരുന്നത്. പിന്നെ ഒരു വിശ്വാസത്തിൽ അതിങ്ങനെ ഉപ്പുമിട്ട് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. പിന്നെ എനിക്കൊരു പേടിയുണ്ടായിരുന്നു, ഇങ്ങനെ സീനിയേഴ്സൊക്കെ പറയായിരുന്നു സമയം കിട്ടത്തില്ല എന്നൊരു പ്രശ്നം വരുമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പം ഞാൻ മാതാവിനോട് പറയായിരുന്നു, സമയമൊന്നും കിട്ടാണ്ട് എനിക്ക് ഫുൾ എക്സാം എഴുതാണ്ടിരിക്കാൻ പറ്റരുത്, എല്ലാം എഴുതി നിനക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാൻ കൂടി എനിക്ക് സാധിക്കണമെന്നൊക്കെ ഞാൻ പറഞ്ഞിരുന്നു. അങ്ങനെ ICCയുടെ 10th റിസൾട്ട് വന്നു. എനിക്ക് 93% സ്കൂൾ ടോപ്പർ ആകാനും എനിക്ക് സാധിച്ചു. പിന്നെ അതുപോലെ തന്നെ നമ്മുടെ ലൈഫിൽ മാതാവ് നമുക്ക് മുമ്പേ ചെല്ലുന്നൊരു കാര്യം എനിക്കുണ്ടായിട്ടുണ്ട്. എൻ്റെ ലൈഫിൽ ഇപ്പം ആരെങ്കിലും എനിക്കിപ്പോൾ ഉണ്ടെങ്കിൽ തന്നെയും അതെല്ലാം മാതാവ് എനിക്ക് കൊണ്ടു തന്നതാണെന്ന് എനിക്കൊരു പൂർണ്ണ ബോധ്യമുണ്ട്. നമ്മുടെ ആവശ്യങ്ങളിൽ ഒരു ആളെന്ന രീതിയിലെങ്കിലും മാതാവിൻ്റെ സാന്നിധ്യം എനിക്ക് അടുത്തറിയാൻ സാധിച്ചിട്ടുണ്ട്. പിന്നെ അതുപോലെ തന്നെ ഞാനിപ്പം കുമ്പസാരിക്കാനായിട്ട് കുറച്ചേറെ വൈകിപ്പോവാണ്, മീൻസ് നീണ്ടു പോവുകയാണെന്നുണ്ടെങ്കിൽ തന്നെയും മാതാവ് എന്നെ ഓർമ്മിപ്പിക്കും. കാരണം അപ്പോൾ എന്തെങ്കിലും എനിക്ക്
കുറേ സങ്കടങ്ങളോ അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങൾ എൻ്റെ ലൈഫിൽ വന്നിട്ടുണ്ട്. ആ സമയത്ത് ഞാൻ ശരിക്കും സങ്കടപ്പെട്ടിങ്ങനെ ഇരിക്കുമ്പം ഞാനിങ്ങനെ എൻ്റെ അടുത്ത് തന്നെ ചോദിക്കും, ഞാൻ എന്തിനാ ഇപ്പം എങ്ങനെ വരാൻ ചാൻസ് ഉണ്ടാവാൻ കാരണം എന്താണ് എന്നിങ്ങനെ ഞാൻ ചിന്തിക്കുമ്പോൾ എനിക്ക് തന്നെ ഒരു മറുപടി ലഭിക്കും, ഞാൻ ഒന്ന് കുമ്പസാരിച്ചിട്ട് എത്ര നാളായി. അപ്പം അങ്ങനെ ചിന്തിക്കുമ്പം അത് ശരിയാണ്, കുറേ നാളായി ഞാൻ ചിലപ്പം കുമ്പസാരിച്ചിട്ട്. അപ്പം ഞാൻ അതിനടുത്ത ദിവസങ്ങളിൽ തന്നെ പറ്റുന്ന രീതിയിൽ തന്നെ രാവിലത്തെ വിശുദ്ധ കുർബാനയിൽ ഞങ്ങൾ പങ്കെടുക്കും. ഞാനും അമ്മയും എന്നും വിശുദ്ധ കുർബാനയിൽ പങ്കെടുക്കുന്ന വ്യക്തികളാണ്. അപ്പം രാവിലത്തെ കുർബാനയിൽ പങ്കെടുത്തിട്ട് അതിനടുത്ത ദിവസങ്ങൾ തന്നെ കുമ്പസാരം നടത്തിയിരുന്നു. പിന്നെ അതുപോലെ തന്നെ പ്രേക്ഷിത പ്രവർത്തനമായി നടത്തുന്നതെന്ന് പറഞ്ഞാൽ അമ്മ ഇവിടുത്തെ പത്രം കൊണ്ടുവരും. സ്കൂളിലോ അല്ലെങ്കിൽ അറിയാവുന്ന ആർക്കെങ്കിലും കൊടുക്കണമെന്ന് പറയുമ്പോൾ അമ്മയുടെ നിന്ന് വാങ്ങിച്ചിട്ട് അങ്ങനെ കൊടുക്കാറൊക്കെ ഉണ്ട്. പിന്നെ അതുപോലെ തന്നെ എൻ്റെ ഫ്രണ്ട്സോ അല്ലെങ്കിൽ എനിക്കറിയാവുന്ന ആരാണെങ്കിലും അവർ ഇപ്പോൾ എന്തെങ്കിലും ഒരു ചെറിയൊരു പ്രശ്നമാണെങ്കിൽ അല്ലെങ്കിൽ ഇന്നതിന് വേണ്ടി ഒന്ന് പ്രാർത്ഥിക്കണം എന്നും എല്ലാം പറഞ്ഞാൽ പോലും പരിശുദ്ധ അമ്മയോടും ഈശോയോടും കയ്യിൽ ഞാൻ സമർപ്പിച്ച് ഇവരോട് പറയും, ഞാനിങ്ങനെ പ്രാർത്ഥിച്ചിട്ടുണ്ട്, കുഴപ്പമില്ല, എല്ലാം അവർ സെറ്റ് ആയിക്കോളൂ എന്നൊക്കെ ഞാൻ ഇങ്ങനെ പറയാറുണ്ട്. അതിനുശേഷം അതെന്ത് റിസൾട്ടോ ആയിക്കോട്ടെ, പോസിറ്റീവോ നെഗറ്റീവോ എന്ത് തന്നെ ആയാലും അത് തിരികെ വന്ന് പരിശുദ്ധ അമ്മയോടും ഈശോയോടും തിരിച്ച് പറയുകയും ചെയ്യും. അതിനുശേഷം പോസിറ്റീവായിട്ടുള്ള റിസൾട്ട് ആണെങ്കിൽ കുറേയധികം നന്ദി പറയാനായിട്ട് എനിക്ക് സാധിച്ചിട്ടുണ്ട്. പിന്നെ അതുപോലെ തന്നെ പണ്ട് മുതലേ എനിക്ക് പരിശുദ്ധ അമ്മയോടൊരു താല്പര്യമുള്ളൊരു വ്യക്തിയാണ്. അതുകൊണ്ട് തന്നെ കുറേയധികം പരിശുദ്ധ അമ്മയുടെ ഒപ്പമായിരിക്കുവാനൊക്കെ ഞാൻ കുറേയധികം ശ്രമിച്ചിട്ടുണ്ട്. കൃപാസനത്തിൽ വന്നതിന് ശേഷം അത് എനിക്ക് വർദ്ധിപ്പിക്കുവാനാണ് സാധിച്ചത്. കുറേയധികം ജപമാല ചൊല്ലുവാൻ എനിക്ക് സാധിച്ചിട്ടുണ്ട്. ഇത്രമാത്രം അനുഗ്രഹങ്ങൾ തന്ന മാതാവിനും ഈശോയ്ക്ക് നന്ദി പറയുന്നു. അതുപോലെ തന്നെ ഞാനിപ്പം +1 കഴിഞ്ഞ് +2 കയറുകയാണ്. മുന്നോട്ട് പഠിക്കാനായിട്ട് ഞാൻ കുറേയധികം കാര്യങ്ങൾ പഠിക്കാനായിട്ട് ഞാൻ കിടക്കുന്നു. മുന്നോട്ട് ഹയർ സ്റ്റഡീസൊക്കെ കിടക്കുന്നു. നമുക്ക് എല്ലാവർക്കും ആഗ്രഹങ്ങൾ കാണുമല്ലോ. അപ്രകാരം എനിക്ക് ആഗ്രഹങ്ങളുണ്ട്. ഞാൻ പരിശുദ്ധ അമ്മയുടെ സന്നിധിയിൽ അത് സമർപ്പിച്ച് പ്രാർത്ഥിക്കുകയും ചെയ്യുന്നുണ്ട്. അതെല്ലാം നടക്കുവാനായിട്ട് ഞാൻ പ്രത്യേകം അമ്മയോട് പ്രാർത്ഥിക്കുന്നു. പിന്നെ അതുപോലെ തന്നെ ഞാൻ കഴിയുന്നത്ര വേഗത്തിൽ തന്നെ ഉടമ്പടി എടുക്കുമെന്ന് ഞാൻ ഈ അൾത്താരിൽ നിന്നുകൊണ്ട് അറിയിക്കുന്നു. ഇത്രയും അനുഗ്രഹങ്ങൾ തന്ന പരിശുദ്ധ അമ്മയ്ക്കും ഈശോയ്ക്കും നന്ദി. ഞാൻ പ്രേക്ഷിത പ്രവർത്തനമായിട്ട് നടത്തുന്നത് എൻ്റെ വാഹനം കൊണ്ട് ഞാൻ വഴിയോരങ്ങളിൽ വെച്ചിട്ട് അവിടുന്ന് ഓരോരുത്തർക്കും പത്രം കൊടുക്കും. കാരുണ്യപ്രവൃത്തി ദേവാലയത്തിൽ നിന്ന് അനാഥാലയങ്ങളിലേക്ക് ആഹാരം കൊണ്ടുപോകാറുണ്ട്. ആ സമയത്ത് ഞാനും ആഹാരം അവർക്ക് പൊതികെട്ടി അവർക്ക് കൊടുത്തുവിടും. പിന്നെ അമ്മയുടെ സാന്നിധ്യം മുല്ലപ്പൂവിൻ്റെ മണത്തിലും ആളിൻ്റെ രൂപത്തിലൊക്കെ എനിക്ക് ഒത്തിരിയും ഇവിടുന്ന് എന്ന് ഉടമ്പടി എടുത്തിട്ട് പോകുന്നോ അന്ന് എനിക്ക് ഇവിടുത്തെ അമ്മയുടെ സാന്നിധ്യം എനിക്ക് അനുഭവപ്പെടാറുണ്ട്. എനിക്ക് ഒത്തിരി അനുഗ്രഹങ്ങളുണ്ട്. ഇനിയും പല അനുഗ്രഹങ്ങളും എനിക്ക് ആളില്ലാത്തത് കൊണ്ട് പറയാൻ സാധിക്കാത്തത് കൊണ്ട് പറയുന്നില്ല. ഇത്രത്തോളം അനുഗ്രഹം തന്ന അമ്മയ്ക്കും ഈശോയ്ക്കും 1000 നന്ദി. ഉൽപ്പത്തി പുസ്തകം 26-ാം അധ്യായം 22-ാം തിരുവചനം. അവിടെ നിന്ന് മാറി അകലെ അവർ വേറൊരു കിണർ കുഴിച്ചു. അതിൻ്റെ പേരിൽ വഴക്കുണ്ടായില്ല. അവൻ അതിന് റഹോബോത്ത് എന്ന് പേരിട്ടു. കാരണം അവൻ പറഞ്ഞു, കർത്താവ് ഞങ്ങൾക്കിടം തന്നിരിക്കുന്നു, ഭൂമിയിൽ ഞങ്ങൾ സമൃദ്ധിയുള്ളവരാകും. ഉൽപ്പത്തി പുസ്തകത്തിൽ ഇസഹാക്ക് പല കിണറുകൾ കുഴിച്ചതിനെക്കുറിച്ച് നാം വായിക്കുന്നുണ്ട്. അങ്ങനെ അവസാനമായി റഹോബോത്ത് എന്ന് പറയുന്ന ഒരു സ്ഥലത്താണ് കുഴിച്ച് ആ സ്ഥലത്തിന് ആ പേര് തന്നെ ഇട്ടത്. ഇസഹാക്ക് നമ്മെ പഠിപ്പിക്കുന്നത് ഒരിക്കലും നമ്മുടെ പരിശ്രമത്തിൽ നിന്ന് പിന്മാറരുത് എന്നാണ്. ജിഷയുടെയും മകളുടെയും ഈ സാക്ഷ്യത്തിൽ നിന്ന് നമുക്ക് മനസ്സിലാകുന്നത് അവരൊരിക്കലും ഇനി പിന്നോട്ട് പോവുകയില്ല എന്നാണ്. അവരുടെ വലിയൊരു സങ്കടമായിരുന്നു അവരുടെ സ്ഥലത്ത് വീടിൻ്റെ പറമ്പിലൊരു കിണർ കുഴിക്കുക എന്നുള്ളത്. അസാധ്യതകളുടെ ഒരു കൂമ്പാരമാണ് അവർ കിണർ കുഴിക്കുമ്പോൾ മറ്റുള്ളവരെല്ലാം പറഞ്ഞത്. പക്ഷേ അവരുടെ വീടിനടുത്തുള്ള ഒരു സഹോദരി ഇവരുടെ കയ്യിൽ നിന്ന് ഉടമ്പടി ഉപ്പ് കൊണ്ടുപോയി പ്രാർത്ഥിച്ച് അവരവരുടെ കാര്യസാധ്യതകൾ നടത്തിയപ്പോഴാണ് ജിഷയ്ക്ക് കത്തിയത്, പരിശുദ്ധ അമ്മയോട് ഞാൻ ഇത്രയധികം ചേർന്നിരിക്കുമ്പോൾ ഞാൻ എന്തിനു ഭയപ്പെടണം? അവിടെ ചെന്നു നിന്ന് ആ കിണർ കുഴിച്ച് വലിയൊരു പാറയുടെ പ്രതിസന്ധി വന്നപ്പോൾ അവിടെ ചെന്ന് നിന്നുകൊണ്ടാണ് അവിടുത്തെ ഡെയിലി ബ്രെഡ് കൂടുകയും പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥം അവിടെ സ്ഥാപിക്കുകയും അതുപോലെ തന്നെ അച്ഛൻ്റെ ആശീർവാദം അവിടെ സ്വീകരിച്ച് ഉടമ്പടി ഉപ്പിട്ട് അവൾ പ്രാർത്ഥിച്ചപ്പോൾ അവർക്ക് ആ പാറ മാറ്റി കളയുവാനും അവരുടെ വളരെയധികം ജലം ആ കിണറ്റിൽ നിന്ന് അവർക്ക് ലഭിച്ചുവെന്ന് സാക്ഷ്യപ്പെടുത്തുന്നു. അതുപോലെ തന്നെ ജിഷയുടെ സൗഖ്യം ഈശോ തന്നെ അവരെ സൗഖ്യപ്പെടുത്തിയതാണ്. മകളുടെ വലിയൊരു സാക്ഷ്യമാണ്. മകൾ നന്നായി പഠിക്കുന്ന കൊച്ചാണ്. പക്ഷേ എന്തോ അവൾക്ക് ഒരിക്കലും സ്കൂൾ ടോപ്പർ ആവാൻ സാധിച്ചിട്ടില്ല.
ഞാൻ പരിശുദ്ധ അമ്മയുടെ സന്നിധിയിൽ വന്ന് ഉടമ്പടി ചെയ്യാം. ഞാൻ 10ാം ക്ലാസ്സിലാണ്. ICSE സിലബസ് വളരെ ടഫാണ്. മകൾ അങ്ങനെ ഒരു പ്രസ്താവന മുന്നോട്ട് വെച്ചു. ഇപ്പോഴും പരീക്ഷയ്ക്ക് പോകുമ്പോൾ ഉടമ്പടി നേർച്ച വസ്തുക്കൾ കൊണ്ടുപോയിട്ടാണ് അവൾ പരീക്ഷ എഴുതിയത്. ഇപ്രാവശ്യത്തെ ഒരു സാധ്യതകളില്ലാത്ത ഒരു പരീക്ഷയിൽ സിലബസ് മാറി വന്നിട്ടും ക്വസ്റ്റ്യൻ പേപ്പർ മാറി വന്നിട്ടുമെല്ലാം അവളെ സ്കൂളിലെ ടോപ്പറായി അവളെ ഉയർത്തി എന്നതിൻ്റെ വലിയ സാക്ഷ്യമാണ്. പരിശുദ്ധ അമ്മയോടുള്ള സ്നേഹവും ഈശോയോടുള്ള അഗാധമായ ബന്ധവും ഈ മകളിവിടെ ഏറ്റുപറയുകയാണ്. ഇനി മുന്നോട്ട് 15 വയസ്സിന് ശേഷമുള്ള അവളുടെ ജീവിതത്തിൽ ഇനി എനിക്ക് ഈശോ ആണ് എൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ പ്രഥമ സ്ഥാനം ഞാൻ കൊടുത്തിരിക്കുന്നത്. നീ നിൻ്റെ ദൈവമായ കർത്താവിനെ പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണാത്മാവോടും പൂർണ്ണ മനസ്സോടും സർവ്വശക്തിയോടും കൂടി ആരാധിക്കുക എന്നാണ് ഈശോ പറയുന്നത്. അവിടുന്ന് കൺക്ലൂഡ് ചെയ്യുന്നത് നിന്നെപ്പോലെ നിൻ്റെ അയൽക്കാരനെ സ്നേഹിക്കുക. ജിഷ എന്ന മകൾ പറയുന്ന ഒരുപാട് സാധ്യതകൾ, ഒരുപാട് കാരുണ്യപ്രവൃത്തികളെക്കുറിച്ച് ഏറ്റുപറയാനുണ്ട്. അവർ എപ്പോഴും കാരുണ്യപ്രവൃത്തികളിലൂടെ ഈശോയെ അന്വേഷിക്കുകയും സ്നേഹിക്കുകയും ചെയ്യുന്നു. നമ്മുടെ സാധ്യതകളെ നമുക്കെപ്പോഴും ഉടമ്പടിയിലൂടെ പ്രവർത്തിക്കാം, ഉടമ്പടിയിൽ ഉറച്ചു നിൽക്കാം. നിങ്ങൾ എൻ്റെ സ്നേഹത്തിൽ നിലനിൽക്കുവിൻ എന്നാണ് ഈശോ പറയുന്നത്. ജിഷയ്ക്കും കുടുംബത്തിനും ലഭിച്ച എല്ലാ അനുഗ്രഹങ്ങൾക്കും ഈശോയ്ക്കും പരിശുദ്ധ അമ്മയ്ക്കും നല്ല ഒരു കയ്യടി നൽകി സാക്ഷി നമുക്ക് സമർപ്പിക്കാം. എന്നെയും എൻ്റെ കുടുംബത്തെയും ആദ്യമായി എന്നെയും എൻ്റെ കുടുംബത്തെയും ഈ പരിശുദ്ധ ദേവാലയത്തിൽ കൊണ്ടുവരുന്നതിനും അമ്മ ചെയ്തു തന്ന എല്ലാ അനുഗ്രഹങ്ങളും ഇവിടെ ഏറ്റുപറയുന്നതിനും തന്ന സാഹചര്യത്തിന് അമ്മയോടൊരായിരം നന്ദി പറയുന്നു. ഈശോയോടും 1000 നന്ദി പറയുന്നു. ഞങ്ങളുടെ ഉടമ്പടി ജീവിതം സ്റ്റാർട്ടായത് ആക്ച്വലി ഓൺലൈൻ ഉടമ്പടി വഴിയാണ്. അതിനു മുൻപ് 2023 ജൂലൈ 2024 ജൂലൈ ഞങ്ങളെപ്പോഴൊക്കെ വെക്കേഷന് വന്നിട്ടുണ്ടോ എൻ്റെ ഒരു കുടുംബ സുഹൃത്ത് ഞങ്ങളെ വന്ന് ക്ഷണിക്കുകയും കൃപാസനത്തിൽ പോയി തീർത്ഥാടന ഉടമ്പടി എടുക്കാം എന്ന് പറയുകയും ചെയ്തിട്ടും ഞങ്ങൾ ആ ചാൻസുകളെല്ലാം മിസ് ചെയ്യുകയും ഞങ്ങൾക്ക് അത്രയ്ക്ക് ഞങ്ങളൊരു വിശ്വാസം വരുന്നുണ്ടായിരുന്നില്ല ആ സമയത്ത്. ഇതൊന്നും ചെയ്യാതെ ഞങ്ങളന്ന് കിട്ടിയ ചാൻസുകളെല്ലാം മിസ് ചെയ്ത് ആ സുഹൃത്ത് കൊണ്ടുവന്ന് തന്ന ഒരു നീലത്തിരിയും പച്ചത്തിരിയും കൊണ്ട് ഞങ്ങളിവിടെ നിന്ന് 2024 വെക്കേഷൻ കഴിഞ്ഞ് തിരിച്ചു പോകുന്ന സമയത്ത് ഞങ്ങൾക്ക് ചില അനുഭവങ്ങൾ കൊച്ചി എയർപോർട്ടിൽ വെച്ചുണ്ടായി. ഹാൻഡ് ലഗേജിലാണ് ഞങ്ങൾ ആ മെഴുകുതിരികൾ വെച്ചിരുന്നത്. അതിവിടെ ബ്ലെസ്ഡ് ആണ്, മാതാവിൻ്റെ തിരികളാണ്. അതുകൊണ്ട് അത് ഞങ്ങൾ ചെക്ക്ഡ് ലഗേജിലേക്ക് വിട്ടില്ല. ഞങ്ങൾ ഹാൻഡ് ലഗേജിൽ വെച്ചിരുന്ന ആ തിരികൾ അവിടുത്തെ സെക്യൂരിറ്റി സ്റ്റാഫ് വാങ്ങി വയ്ക്കുകയും വാക്സ് അലൗഡ് അല്ല എന്ന് പറഞ്ഞ് അത് ഞങ്ങൾക്ക് തരാതിരിക്കുന്ന ഒരു സിറ്റുവേഷൻ ഉണ്ടാവുകയും ചെയ്തു. വൈഫ് അവിടെ പോയി എല്ലാവരുടെ അടുത്തും എക്സ്പ്ലെയിൻ ചെയ്തു, ഇത് കൃപാസനം എന്ന് പറഞ്ഞൊരു സ്ഥലത്തു നിന്നുള്ള തിരികളാണ്, ബ്ലെസ്ഡ് ആണ്, ഇത് ഞങ്ങൾക്ക് തന്നില്ലെങ്കിൽ പോലും വേറെ ആർക്കും നിങ്ങൾ ഡസ്റ്റ്ബിന്നിൽ ഇത് ഇടരുത്, വേറെ ആർക്കും ഇത് കൊടുക്കരുത്, ഉപയോഗിക്കാൻ അറിയുന്ന ആളുകൾക്ക് മാത്രമേ കൊടുക്കാൻ പാടുള്ളൂ എന്ന് പറഞ്ഞപ്പോൾ അവിടുത്തെ സെക്യൂരിറ്റി സ്റ്റാഫ് ഇമ്മീഡിയറ്റായി എയർലൈൻ സ്റ്റാഫിനെ വിളിക്കുകയും ആ സ്റ്റാഫ് ഞങ്ങളുടെ അടുത്ത് വന്ന് ഞങ്ങൾ നോക്കിയപ്പോൾ ആ സുഹൃത്തിൻ്റെ പേര് വർഗീസ് എന്നും ആ സുഹൃത്തിന് കൃപാസനത്തിനെക്കുറിച്ച് ഓൾറെഡി അറിയാവുന്നതുമായിരുന്നു. എൻ്റെ പാസ്പോർട്ട് വാങ്ങി അവിടെ വെച്ച് എന്നെയും കൊണ്ട് വീണ്ടും താഴെ കൗണ്ടറിൽ പോയി അവിടെ ഒരു അഡീഷണൽ ലഗേജായി ഒരു ചെറിയ ബാഗിൽ ഈ 2 മെഴുകുതിരികളും വെച്ച് ഞങ്ങൾക്ക് അത് ഷാർജയിലേക്ക് കൊണ്ടുവരാനുള്ള ഒരു സൗകര്യം ആ സുഹൃത്ത് ചെയ്തു തന്നു. ഒരു അപകടവും കൂടാതെ 2 മെഴുകുതിരികൾ മാത്രമുള്ള ചെറിയ ബാഗ് ഞങ്ങൾക്ക് സേഫായി ഷാർജയിൽ കിട്ടുകയും ഞങ്ങളത് ഉപയോഗിച്ച് പിന്നീട് പ്രേ ചെയ്യുകയും ചെയ്തു. അതിനുശേഷം വൈഫ് ഒരു ലൈറ്റ് പ്രയർ ക്യാൻഡിൽ റിക്വസ്റ്റ് ഇട്ട് പ്രേ ചെയ്തിരുന്നു വീടിന് തൊട്ടടുത്തുള്ള ഒരു സ്ഥാപനത്തിൽ ഒരു ജോലി കിട്ടുന്നതിന് വേണ്ടി. അത് പക്ഷെ നടക്കുന്നുണ്ടായിരുന്നില്ല. പക്ഷേ ഈ തിരികൾ കിട്ടി. ഈ തിരികൾ വെച്ച് പ്രേ ചെയ്തതിന് ശേഷം അവിടെ ഒരു വേക്കൻസി ഉണ്ടാവുകയും വൈഫിന് അവിടെ ജോലി കിട്ടുകയും ചെയ്തു. പക്ഷെ അവിടെ ഉണ്ടായിരുന്ന ഒരു ഡിമാൻഡ് എന്താണെന്ന് വെച്ചാൽ 10 ഡേയ്സിനുള്ളിൽ ആ ജോലിക്ക് ജോയിൻ ചെയ്യണമായിരുന്നു. 10 ഡേയ്സിനുള്ളിൽ ജോലി ചെയ്യുമ്പോൾ വൈഫ് മുന്നേ ജോലി ചെയ്തിരുന്ന സ്ഥാപനത്തിൽ പ്രോപ്പറായിട്ടുള്ള ഒരു 1 മന്ത് നോട്ടീസ് പീരീഡ് കൊടുക്കാൻ പറ്റാത്തൊരു സാഹചര്യം ഉണ്ടാവുകയും ഒരു അനിഷ്ടക്കേട് ഉണ്ടാക്കുകയും ചെയ്തു. മുന്നേ ജോലി ചെയ്തിരുന്ന സ്ഥാപനം വൈഫിൻ്റെ പേരിൽ ഒരു വ്യാജ കേസ് കൊടുക്കുകയും ആ കേസിൽ വൈഫ് അവർക്ക് 8,833 ദിർഹം, അന്നത്തെ ഇവിടുത്തെ 2 ലക്ഷം രൂപ കൊടുക്കണമെന്ന് കാണിച്ച് കോർട്ടിൽ ഒരു വ്യാജ കേസ് വൈഫിൻ്റെ പേരിൽ അപ്ലൈ ചെയ്യുകയും ചെയ്തു. ഞങ്ങളെല്ലാം വല്ലാത്ത ടെൻഷനിലായി. കാരണം ഉണ്ടായിരുന്ന ജോലിയും പോയി, ഇപ്പോൾ കിട്ടുമെന്ന് വിചാരിച്ച ജോലിയും പോകുന്നൊരു സിറ്റുവേഷനിലായപ്പോൾ
ഞങ്ങളെല്ലാവരും ഓൺലൈൻ ഉടമ്പടി എടുത്ത് ഈ ഒരു നിയോഗം വെച്ച് ഞങ്ങൾ മാതാവിനോട് പ്രാർത്ഥിക്കാൻ തുടങ്ങി. അങ്ങനെയിരിക്കെ ഞങ്ങൾക്ക് കോർട്ടിൽ നിന്നും നോട്ടീസ് വന്നു, 8833 ദിർഹത്തിൻ്റെ ഒരു കംപ്ലയിൻറ്റ് നിങ്ങളുടെ പേര് രജിസ്റ്റർ ആയിട്ടുണ്ട്. അന്ന് വൈകുന്നേരം പ്രാർത്ഥനകളെല്ലാം കഴിഞ്ഞ് ഞങ്ങൾ കിടന്നുറങ്ങുന്ന സമയത്ത് വൈഫ് ഒരു സ്വപ്നം കാണുകയുണ്ടായി. വൈഫ് ഇവിടെ ഈ സ്റ്റേജിൽ നിൽക്കുകയായിരുന്നു, ജോസഫ് അച്ഛൻ കൂടെ ഉണ്ടായിരുന്നു. രണ്ടുപേരും ചേർന്ന് ഒരു എൻവലപ്പ് പിടിച്ചിട്ടുണ്ടായിരുന്നു. ആ എൻവലപ്പിൻ്റെ മുകളിൽ 3833 എന്ന ഒരു എമൗണ്ട് എഴുതി വെച്ചിട്ടുണ്ടായിരുന്നു. എന്താണാവും ഇങ്ങനൊരു മെസ്സേജ് വന്നതെന്ന് ആലോചിച്ചു. പിറ്റേ ദിവസം വൈഫ് പ്രത്യക്ഷീകരണ പ്രാർത്ഥന എല്ലാം കഴിഞ്ഞ് ഡെയിലി ബ്രെഡിൻ്റെ സമയത്ത് ജോസഫ് അച്ഛൻ വിളിച്ച് പറഞ്ഞു, നിങ്ങൾ ആരെങ്കിലും മൊബൈലിൽ ഒരു മെസ്സേജ് പ്രതീക്ഷിക്കുന്നുണ്ടെങ്കിൽ ആ മൊബൈലിൽ കുരിശ് വരച്ച് വിശ്വാസ പ്രമാണം ചൊല്ലുക എന്ന് പറഞ്ഞു. വൈഫ് അങ്ങനെ ചെയ്യുകയും വിതിൻ 1 hour മെസ്സേജ് വരികയും ചെയ്തു കോർട്ടിൽ നിന്ന്. മെസ്സേജിൽ എഴുതിയിരുന്നത് 3833 രൂപ ഫൈൻ അടയ്ക്കണമെന്നായിരുന്നു. ഇത് തലേ ദിവസം രാത്രി തന്നെ മാതാവ് സ്വപ്നത്തിൽ കൂടെ വൈഫിനെ കാണിച്ചു കൊടുത്തിരുന്നു, ഇതാണ് നീ അടയ്ക്കാൻ പോകേണ്ട ഫൈൻ. പക്ഷേ ഇതൊന്നുമല്ലായിരുന്നു മാതാവ് ഞങ്ങൾക്ക് വേണ്ടി കരുതി വെച്ചിരുന്നത്. അന്നൊരു വ്യാഴാഴ്ചയായിരുന്നു. വ്യാഴാഴ്ച ഉച്ച കഴിഞ്ഞ് ഞങ്ങൾ ലോയറിനെ കാണാൻ പോയി. ഞങ്ങളുടെ കൺസെൻറ്റ് അറിയിച്ചു, ഞങ്ങൾ ഈ പൈസ അടയ്ക്കാൻ തയ്യാറാണ് കോടതിയിൽ. അങ്ങനെ ലോയർ അതൊരു ആപ്ലിക്കേഷൻ കൊടുത്തു കോടതിയിൽ. ലോയർ പറഞ്ഞു, ഇന്നെന്തായാലും ഡ്യൂട്ടി ടൈം കഴിഞ്ഞിരിക്കുന്നു, നാളെ ഫ്രൈഡേ ആണ്, നാളെ ഒന്നും ഉണ്ടാവില്ല, നിങ്ങൾക്കിനി മൺഡേ കോടതിയിൽ നിന്ന് മെസ്സേജ് എക്സ്പെക്റ്റ് ചെയ്യാം എന്ന് പറഞ്ഞു. മൺഡേ കോടതിയിൽ നിന്ന് എക്സ്പെക്റ്റ് ചെയ്യാം എന്ന് പറഞ്ഞ മെസ്സേജ് മാതാവ് ഞങ്ങൾക്ക് ഫ്രൈഡേ തന്നെ അയച്ചു തന്നു. ഞങ്ങളോട് മൺഡേ കോടതിയിൽ ഹാജരാകാൻ പറഞ്ഞിട്ടുള്ളൊരു മെസ്സേജായിരുന്നു വന്നത്. മൺഡേ ഞങ്ങൾ കോടതിയിൽ പോയി. അവിടെ റിസപ്ഷനിൽ അന്വേഷിച്ചു, ഇങ്ങനൊരു മെസ്സേജ് വന്നിട്ടുണ്ട്, ഞങ്ങൾ എന്താണ് ചെയ്യേണ്ടത്. അവർ പറഞ്ഞു, നിങ്ങൾ മുകളിൽ സെക്ഷനിൽ പോയി പറയുക, അവർ അതിൻ്റെ ഡോക്യുമെൻ്റ് തരും. ആ ഡോക്യുമെൻ്റ് കിട്ടിയാൽ നിങ്ങൾക്ക് ഈ പൈസ അവിടെ ബാങ്കിൽ കൊണ്ടുപോയി അടയ്ക്കാം. ഞങ്ങൾ ചെക്കുകളെല്ലാം റെഡിയാക്കിയിട്ടാണ് അവിടെ പോയത്. അവിടെ ചെന്ന് ആ ഡോക്യുമെൻ്റ് വാങ്ങി താഴെ വന്നപ്പോൾ റിസപ്ഷനിലുണ്ടായിരുന്ന ആൾക്ക് ഡോക്യുമെൻ്റ് കാണിച്ചു കൊടുത്തപ്പോൾ അയാൾ ചോദിച്ചു, നിങ്ങൾ ഈ പണം അടച്ചുവോ? ഞങ്ങൾ പറഞ്ഞു, ഈ പണം ഞങ്ങൾ അടച്ചിട്ടില്ല, ഞങ്ങളോട് അടയ്ക്കാൻ പറഞ്ഞിട്ടില്ല. അപ്പോൾ അദ്ദേഹം പറഞ്ഞു, ഇത് നിങ്ങൾക്ക് NOC ആണ് തന്നിരിക്കുന്നത്, പണം അടയ്ക്കാനുള്ള പേപ്പർ അല്ല, ഇത് NOC ആണ്, നിങ്ങൾക്കിനി പണം അടയ്ക്കേണ്ട ആവശ്യമില്ല. പക്ഷേ ഇതെങ്ങനെ സംഭവിച്ചു എന്ന് അദ്ദേഹത്തിന് അറിയില്ലായിരുന്നു. പക്ഷേ ഞങ്ങൾക്കറിയാമായിരുന്നു ഇത് സംഭവിച്ചതും ഇതുണ്ടായതുമെല്ലാം മാതാവ് മുഖേനയും മാതാവ് മൂലവുമാണെന്ന് ഞങ്ങൾ പൂർണ്ണമായി വിശ്വസിക്കുന്നു. അതിനുശേഷം 1-2 ഓഫീസുകളിൽ ഞങ്ങൾക്ക് ക്ലിയറൻസ് എല്ലാം കിട്ടാനുണ്ടായിരുന്നു. അവിടെയെല്ലാം ഫോൺ ചെയ്യുമ്പോൾ അവർക്കെല്ലാം ചോദിക്കാനുണ്ടായിരുന്ന ഒരേ ഒരു ചോദ്യമായിരുന്നു, നിങ്ങൾ പൈസ അടച്ചുവോ? പൈസ അടച്ചില്ല എന്ന് പറയുമ്പോൾ അവർ കൺഫ്യൂസ്ഡായി, ഓക്കെ ദിസ് വിൽ ടേക്ക് 7 to 10 വർക്കിംഗ് ഡേയ്സ് വെയിറ്റ് എന്ന് പറയും. അപ്പോഴെല്ലാം ഞങ്ങൾ തീവ്രമായി പ്രാർത്ഥിക്കുകയും വിതിൻ 2 days ടൈം ഞങ്ങൾക്ക് വേണ്ട എല്ലാ ക്ലിയറൻസും കിട്ടുകയും ചെയ്തു. ഒടുവിൽ ഞങ്ങൾക്ക് അവിടുത്തെ ലേബർ കോർട്ടിൽ നിന്ന് മെസ്സേജ് വന്നു, എല്ലാം ക്ലിയർ ആയിരിക്കുന്നു, നിങ്ങളുടെ ലേബർ കോൺട്രാക്റ്റ് വിത്തൗട്ട് ബാൻ ക്യാൻസൽ ചെയ്തിരിക്കുന്നു. എന്ന് വെച്ചാൽ വേറൊരു സ്ഥലത്ത് പോയി ജോലി ചെയ്യാനുള്ള എല്ലാ ഫ്രീഡവും ഞങ്ങൾക്ക് അവിടെ നിന്ന് മാതാവ് വാങ്ങിച്ചു തന്നു. പിന്നീട് ഞങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടായിട്ടുള്ള ഒരുപാട് അനുഭവങ്ങൾ, ഞാൻ ഒരുപാട് ഡ്രൈവ് ചെയ്തിട്ടാണ് ഞാൻ ജോലിക്ക് പോകുന്നത്. ഞാൻ ജോലിക്ക് പോകുമ്പോൾ രാവിലെ 1.5 മണിക്കൂർ, വൈകിട്ട് 1.5 മണിക്കൂർ ഞാൻ ഡ്രൈവ് ചെയ്യാറുണ്ട്. ഈ സമയത്തെല്ലാം അവിടുത്തെ ഒരു ജീവിതശൈലി കാരണം നമുക്ക് ഒരുപാട് ഉറക്കം വരും. ഒരു ദിവസം ഉറക്കം വന്നപ്പോൾ ഞാൻ മാതാവിനോട് പറഞ്ഞു, മാതാവ് ഭയങ്കരമായിട്ട് എനിക്ക് ഉറക്കം വരുന്നുണ്ട്, എന്താണ് ചെയ്യേണ്ടതെന്ന് ചോദിച്ചാൽ ആ നിമിഷം എൻ്റെ കാറിൻ്റെ ഉള്ളിൽ മുഴുവൻ മുല്ലപ്പൂവിൻ്റെ സുഗന്ധം പരത്തി തന്നു മാതാവ്. അതോടുകൂടി എൻ്റെ ഉറക്കമെല്ലാം ആവിയായിപ്പോയി, ഞാൻ നോർമലായി മാറി. അതിനുശേഷം പിന്നെ ഒരു ദിവസം എനിക്കൊരു അവിടെ എല്ലാ സ്ഥലത്തും ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിൻ്റെ ക്യാമറകൾ ഫിക്സ് ചെയ്തിട്ടുണ്ട് ഓവർ സ്പീഡിങ്ങിന് വേണ്ടി. എൻ്റെ അറിവിൽ നമുക്ക് സ്പീഡോമീറ്ററിൽ കാണാം നമ്മൾ ഓവർ സ്പീഡ് ആകുന്നത്. അപ്പോഴൊക്കെ ഞാൻ ഒന്നുകിൽ സാക്ഷ്യം കേൾക്കുകയായിരിക്കും, അല്ലെങ്കിൽ ധ്യാനം കൂടുകയായിരിക്കും ഡ്രൈവ് ചെയ്യുന്നതിനിടയിൽ. സ്പീഡോമീറ്റർ ഓവറായി അല്ലെങ്കിൽ ഓവർടേക്ക് ചെയ്തു എന്ന് മനസ്സിലാവുന്ന നിമിഷം ഞാൻ മാതാവിനോട് പറയും, മാതാവേ അങ്ങയുടെ ഇഷ്ടം, ഫൈൻ അടയ്ക്കണമെങ്കിൽ ഞാൻ ഫൈൻ അടയ്ക്കാം. പക്ഷേ എന്നെ 6 ഫൈൻ അടയ്ക്കുന്നതിൽ നിന്ന് മാതാവ് രക്ഷിച്ചു. എൻ്റെ പേരിൽ 6 ഫൈൻ രജിസ്റ്റർ ആയിട്ടില്ല. ഇനി എൻ്റെ മകൻ ജോഹാനുണ്ടായിട്ടുള്ള കുറച്ച് സഹായങ്ങൾ മാതാവിൻ്റെ അടുത്ത് നിന്ന് കിട്ടിയതും ജോഹാൻ പറയുന്നതായിരിക്കും.
അപ്പോൾ അമ്മയുടെ ഈ കേസിന് വേണ്ടി ഞാൻ ഓൺലൈൻ കവനൻ്റ് അന്ന് എടുത്തിരുന്നു. അപ്പോൾ ഞാൻ 12th സമയം നമ്മൾ ഓൾറെഡി ഡിസൈഡ് ചെയ്ത് വെക്കണമല്ലോ ഏത് കോളേജിൽ പോകണം, ഏത് ഡിഗ്രി എടുക്കണം. ഞാൻ എൻ്റെ പപ്പയുടെ ഫ്രണ്ടിൻ്റെ മോള് ഇലക്ട്രിക്കൽ എഞ്ചിനീയറായി നല്ലൊരു MNCയിൽ വർക്ക് ചെയ്യുന്ന കണ്ടിട്ട് ഞാനും ആലോചിച്ചു ഇലക്ട്രിക്കൽ എഞ്ചിനീയറിംഗ് എടുക്കാം. UAE അവിടെ ഒരു അമേരിക്കൻ കോളേജ് ഉണ്ട്, അവിടെ തന്നെ പഠിച്ച് ഇറങ്ങി ഒരു നല്ല ജോലിക്ക് കയറാമെന്ന് വെച്ചിരിക്കുമ്പോൾ ഒരു ദിവസം കുർബാനയ്ക്ക് പോയതാണ്. അവിടെ ഞാൻ കർത്താവിനോട് ചോദിച്ചില്ല, ഒന്നും തന്നെ ഇതിനെപ്പറ്റി ഞാൻ ചോദിച്ചില്ല കർത്താവിനോട്. പക്ഷേ 3 വാക്കുകൾ അന്ന് എൻ്റെ ഉള്ളിൽ കർത്താവ് ഇട്ട് തരാണ് മാസിൻ്റെ ഇടയിൽ. ഒന്നാണ് മെക്കാനിക്കൽ, പിന്നെ സ്പേസ്, പിന്നെ ബിറ്റ്സ്. മെക്കാനിക്കൽ എന്ന് വെച്ചാൽ ഞാൻ ഒരിക്കലും ആലോചിക്കാത്തൊരു സബ്ജക്റ്റായിരുന്നു. സ്പേസ് എന്നൊക്കെ വല്ല എൻസൈക്ലോപീഡിയ വായിച്ചു എന്നല്ലാതെ എനിക്ക് സ്പേസിനെ പറ്റി ഒന്നും അറിയില്ല. പിന്നെ ബിറ്റ്സ് പിലാനി ദുബായിലൊരു ക്യാമ്പസ് ഉണ്ട്, ഞാൻ അവിടെ ഒരു സെക്കൻഡ് ഓപ്ഷനായിട്ട് വെച്ചതായിരുന്നു. അപ്പോൾ അങ്ങനെ അടുത്ത ദിവസം ഞാൻ മൺഡേ സ്കൂളിൽ പോയപ്പോൾ അവിടെ ഒരു ഇന്ത്യൻ കോളേജുകൾ മാത്രം ഒരു എക്സിബിഷൻ നടക്കായിരുന്നു എൻ്റെ സ്കൂളിൽ 11th and 12th കുട്ടികൾക്ക് വേണ്ടി. അപ്പോൾ ബിറ്റ്സ് പിലാനിയുടെ ക്യാമ്പസും ഉണ്ടായിരുന്നു അവിടെ. ഞാൻ അവിടെ ചെന്നു. അവിടുത്തെ പാംഫ്ലെറ്റിൽ മെക്കാനിക്കൽ സ്പെഷ്യലൈസ്ഡ് ഇൻ എയറോസ്പേസ് കോഴ്സാണ് ഞാൻ കാണുന്നത്. ഇതിനു മുമ്പ് വെബ്സൈറ്റിൽ പല പ്രാവശ്യം ഞാൻ സെർച്ച് ചെയ്തപ്പോൾ ആകെ 5 മെയിൻ എൻജിനീയറിംഗ് കോഴ്സേ അവൈലബിൾ ആയിട്ട് കാണുന്നുള്ളൂ. പക്ഷേ അതൊരു പുതിയ കോഴ്സ് അവർ ഇൻട്രൊഡ്യൂസ് ചെയ്തതായിരുന്നു. അങ്ങനത്തെ ഒരു നിയോഗം ഉള്ളതുകൊണ്ട് ഞാൻ ഇങ്ങനെ ആലോചിച്ചു, അപ്പോൾ എന്താ ചെയ്യുക, ആകെ മൊത്തം കൺഫ്യൂഷനായി. എന്നിട്ട് ലാസ്റ്റിൽ ഞാൻ ഇത് തന്നെ വെച്ച് പിടിച്ച് ഈ ബിറ്റ്സിൻ്റെ ഇതിൽ തന്നെ ചേർന്നു. ഇപ്പം എൻ്റെ ഫസ്റ്റ് ഇയർ കംപ്ലീറ്റ് ആയിരിക്കുക. ഞാൻ ഇപ്പോൾ സെക്കൻഡ് ഇയർ എൻ്റെ തുടങ്ങാൻ പോവാം സെപ്റ്റംബർ. അപ്പോൾ ബിറ്റ്സ് പിലാനിന്ന് എൻ്റെ മെയിൽ ID ഒക്കെ വന്നപ്പോൾ എനിക്ക് അവിടുത്തെ മെക്കാനിക്കൽ HODയുടെ ഇൻഡക്ഷൻ മെയിൽ, വെൽക്കം മെയിൽ പോലെ വരാണ്. ഒക്കെ വായിച്ച് നോക്കി. ലാസ്റ്റിൽ നോക്കുമ്പോൾ അങ്ങനെ ആദ്യ ഇൻസ്റ്റിറ്റ്യൂഷൻ്റെ കാർഡ്, പിന്നെ സാറിൻ്റെ ക്വാളിഫിക്കേഷൻ, അതിൻ്റെ അടിയിൽ സാർ ഒരു വചനം എഴുതി വെച്ചിരിക്കുക, ട്രസ്റ്റ് ഇൻ ദ ലോർഡ്, ലീഡ് നോട്ട് ഓൺ യുവർ ഓൺ അണ്ടർസ്റ്റാൻഡിങ്. ദൈവത്തെ വിശ്വസിക്കുക, നമ്മൾ നമ്മുടെ കഴിവോ ബുദ്ധിയിലൊന്നും ആശ്രയിക്കരുത്. ഇത് കഴിഞ്ഞ് എൻ്റെ 12th ബോർഡ് എക്സാം ഒക്കെ കഴിഞ്ഞു. എനിക്ക് PCMC എൻ്റെ കോർ സബ്ജക്റ്റുകളിലൊക്കെ 95 തന്ന് മാതാവ് സഹായിച്ചു. ഇതിൻ്റെ മുമ്പ് ബോർഡ് എക്സാമിൻ്റെ മുമ്പ് നമ്മൾ ആലോചിച്ചു ജോസഫ് അച്ഛൻ അവിടെ വന്നിരുന്നെങ്കിൽ ഒരു ബ്ലെസ്സിങ്ങോ എന്തെങ്കിലുമൊക്കെ കിട്ടിയിരുന്നെങ്കിൽ നല്ലൊരു എൻകറേജ്മെൻ്റ് ആയതിനെന്ന് വെച്ചിരിക്കുമ്പോഴാണ് ജോസഫ് അച്ഛൻ ഷാർജ പള്ളിയിൽ ധ്യാനത്തിന് വേണ്ടി വരുന്നത്. 4 ദിവസത്തെ ആ ധ്യാനം ഉണ്ടായിരുന്നു. ഞങ്ങൾ ആലോചിച്ചു 2 ദിവസം പോവാം, കാരണം അത് February 1st വീക്ക് അങ്ങാണ്ടായിരുന്നു. 2nd or 3rd വീക്ക് തൊട്ട് ബോർഡ് എക്സാം സ്റ്റാർട്ടാവുക. അപ്പോൾ ആ ട്യൂഷനുകളും പഠിത്തത്തിൻ്റെ തിരക്കിലും. പക്ഷെ നമ്മൾ 4 ദിവസവും കൂടി. അച്ഛൻ അന്ന് പറഞ്ഞ കണ്ടിന്യൂറ്റിനെ പറ്റി യോഹന്നാൻ 15 ഞാൻ ഒരിക്കലും എൻ്റെ ജീവിതത്തിൽ മറക്കാത്ത വചനങ്ങളായിരിക്കും. അതായത് നമ്മൾ ദൈവത്തിൻ്റെ സ്നേഹത്തിൽ നിലനിൽക്കുക, അച്ഛൻ ഇവിടെയും ധ്യാനത്തിൽ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അത് ഞാൻ ഒരിക്കലും മറക്കില്ല. അത് കഴിഞ്ഞ് 12th ബോർഡ് എക്സാം കഴിഞ്ഞ് ഒരു നീണ്ട വെക്കേഷനാണ് കോളേജിൽ ചേരുന്നവരെ. അപ്പോൾ ഞാൻ ആലോചിച്ചു ഒരു ലൈസൻസ് എടുത്ത് അങ്ങോട്ട് വയ്ക്കാം. ഡ്രൈവിംഗ് ലൈസൻസിന് പോകുമ്പോൾ അവിടെ 4 ടെസ്റ്റാണ്, തിയറി ടെസ്റ്റ്, പാർക്കിംഗ് ടെസ്റ്റ്, അത് 2 സ്മൂത്തായിരുന്നു. പിന്നെ അസസ്മെൻറ്റ് ടെസ്റ്റും ഫൈനൽ ടെസ്റ്റാണ്. അസസ്മെൻറ്റ് തന്നെ ഞാൻ 3 പ്രാവശ്യം പൊട്ടിയിട്ട് 4ാമത്തെ പ്രാവശ്യമാണ് പാസ്സാവുന്നത്. ഇപ്പോൾ ഫൈനൽ ടെസ്റ്റിന് കടന്നപ്പോൾ ഞാൻ ഒരു ടെസ്റ്റ് ഫെയിലായി വീണ്ടും. എന്നിട്ട് ഞങ്ങൾ നാട്ടിൽ വന്നു. ഇവിടെ നമ്മൾ ഉടമ്പടി അമ്മയുടെ കേസ് ഒക്കെ മാതാവ് ഊരി തന്നപ്പോൾ നമ്മൾ ഓർത്തു നമുക്ക് കൂടണം, നമുക്ക് ഉടമ്പടി എടുക്കണം, ഉടമ്പടി ജീവിതം ജീവിക്കണം. അപ്പോൾ അങ്ങനെ ഉടമ്പടി എടുത്തു. അതിലൊരു നിയോഗമായിട്ട് വെച്ചു എനിക്ക് ലൈസൻസ് കിട്ടണം. എന്നിട്ട് ഉടമ്പടി എടുത്തു കഴിഞ്ഞ് വീണ്ടും ഞാൻ ടെസ്റ്റിന് പോയി. അതെൻ്റെ 2ാമത്തെ ടെസ്റ്റ് വീണ്ടും പൊട്ടി. എന്നിട്ട് 3ാമത്തെ ടെസ്റ്റിൻ്റെ ടൈമായപ്പോൾ ഞാൻ എൻ്റെ ഡോക്യുമെൻറ്റ്സ് എടുക്കാൻ മറന്നു. അപ്പോൾ അമ്മയുടെ ജോലി സ്ഥലത്ത് വിട്ട് ഞാനും പപ്പയും പോവാണ് ഡോക്യുമെൻറ്റ്സ് എടുക്കാണ്ട്. അവിടെ ചെന്ന് നോക്കുമ്പോൾ ഡോക്യുമെൻറ്റ്സും ഇല്ല, ഒന്നുമില്ല. അപ്പോൾ വീണ്ടും നമുക്ക് വീട്ടിൽ വരേണ്ടി വന്നു. അപ്പോൾ പപ്പയ്ക്ക് മുട്ടിനും കാലിനൊക്കെ ഒരുപാട് വേദനയൊക്കെ ഉള്ളായിരുന്നുകൊണ്ട് ഭയങ്കര ഇറിറ്റേറ്റഡ് ആയിരുന്നു.
അപ്പോൾ മാതാവിൻ്റെ രൂപം നമ്മളിവിടെ ഉടമ്പടി എടുത്ത ശേഷം മേടിച്ചുകൊണ്ട് പോയിരുന്നു. ആ രൂപത്തെ നോക്കി പറഞ്ഞു, മാതാവ് ഇവിടെ ഒന്നും ഇല്ലേ ഇപ്പോൾ, എവിടെ പോയി എന്നൊക്കെ പറഞ്ഞിട്ട് ചൂടായപ്പോൾ മാതാവിൻ്റെ കാലിൻ്റെ അടിയിൽ നിന്ന് ഇങ്ങനെ മുല്ലപ്പൂടെ മണം സ്പ്രേ അടിച്ച പോലെ വന്നുകൊണ്ടിരിക്കുകയായിരുന്നു. നമുക്കാണെങ്കിൽ എങ്ങനെയെങ്കിലും പെട്ടെന്ന് തന്നെ ടെസ്റ്റിന് എത്തേണ്ടത് ഒരു തിരക്കിൽ പപ്പ പറഞ്ഞു, മാതാവേ നമുക്കിവിടെ നിന്ന് പോകണ്ടേ എന്ന് പറഞ്ഞപ്പോൾ മാതാവ് നിർത്തി തന്നു. ആ 3ാമത്തെ ടെസ്റ്റ് ഞാൻ പാസ്സായി. അന്ന് തന്നെ എനിക്ക് പാസ്സാവേണ്ട ഒരു റീസൺ എന്ന് വെച്ചാൽ, ഇത് കഴിഞ്ഞാൽ എനിക്ക് കോളേജ് സ്റ്റാർട്ടാവും. അപ്പോൾ ഈ ഒരു 3rd ടെസ്റ്റിൽ എനിക്ക് കിട്ടിയില്ലെങ്കിൽ കോളേജിൻ്റെ പല ക്ലാസ്സുകളും മുടക്കിയിട്ട് വേണം എനിക്ക് ലൈസൻസ് എടുക്കാൻ. അതൊരു ടെസ്റ്റ് ഫെയിലായാൽ ചിലപ്പോൾ 5 ക്ലാസ് 10 ക്ലാസ് അഡീഷണൽ എടുക്കാൻ പറയും. പെർ ക്ലാസ് 70 ദിറം ചിലവാകും. അതിൻ്റെ മുകളിൽ 300 ദിറം ഇനിയും ഫൈനൽ ടെസ്റ്റ് എടുക്കാൻ വേണ്ടി ചിലവാകും. അപ്പോൾ ഇങ്ങനത്തെ ഒക്കെ ഒരു ടെൻഷനിൽ എന്തായാലും മാതാവ് സഹായിച്ചു. ഈ നോട്ട് ബൈ മെറിറ്റ് ബട്ട് ബൈ ഗ്രേസ് എന്ന് പറയുന്ന വലിയൊരു സംഭവം തന്നെയാണ്. ഞാൻ ഇപ്പോൾ ഇതിനെക്കുറിച്ച് ആലോചിക്കുമ്പോൾ എനിക്ക് സോളമൻ രാജാവ് പ്രാർത്ഥിച്ച പ്രാർത്ഥന ഓർമ്മ വരാം. ദാവീദ് മരിച്ചു കഴിഞ്ഞ് സോളമൻ ഇങ്ങനെ നെർവസ് ആയിട്ടിരിക്കുക, എനിക്ക് ഒട്ടും കഴിവില്ല, ഞാൻ വളരെ ചെറുപ്പമാണ്, ഞാൻ ഇങ്ങനെ ഇത്രയും വലിയൊരു രാജ്യത്തെ ഇങ്ങനെ ഭരിച്ചു നടക്കാമെന്ന് ഇങ്ങനെ ആലോചിച്ചിരിക്കുമ്പോൾ 1000 ബലി സോളമൻ അർപ്പിച്ചിട്ട് ദൈവം പറയാ, നിനക്ക് എന്താ വേണ്ടേ? സോളമൻ ഡയറക്റ്റ് പറഞ്ഞു, കർത്താവ് എനിക്ക് ഇതിനുള്ള കഴിവില്ല. അത് ദൈവം അപ്പോൾ എന്നിട്ട് സോളമൻ പറഞ്ഞു, എനിക്ക് കഴിവുകളൊന്നുമില്ല, കർത്താവ് ജ്ഞാനം തന്നാൽ മതി. ഇത് തന്നെയാണ് എനിക്ക് ഉടമ്പടിയിൽ മനസ്സിലായിട്ടുള്ളതും. നമ്മൾ ദൈവത്തിൻ്റെ മുന്നിൽ നമ്മുടെ കഴിവില്ലായ്മ മൊത്തം അങ്ങോട്ട് കാണിച്ചു വയ്ക്കണം. എന്നിട്ട് ദൈവത്തിൻ്റെ കമാൻഡ്മെൻറ്റ്സൊക്കെ പാലിച്ച് ഉടമ്പടി ഒക്കെ നമ്മൾ പാലിച്ച് ജീവിച്ചാൽ ദൈവം നമ്മളെ സഹായിക്കും. ഇനി ഞാൻ അമ്മയ്ക്ക് പ്രേക്ഷിത വേലയായിട്ട് ഞങ്ങൾ 5 ലാംഗ്വേജസിൽ ഇവിടുന്ന് പത്രം മേടിക്കാറുണ്ട്. അത് ലുലു മോളിൽ പോയി കൊടുക്കും, ഹോസ്പിറ്റൽസിൽ പോയി കൊടുക്കും, ചർച്ചിലും കൊടുക്കും. ബട്ട് വെരി റെയർ ആണ്, ബിക്കോസ് അവിടെ വേറെ കമ്മ്യൂണിറ്റീസൊക്കെ വരുന്നുണ്ട്. അപ്പോൾ ടാഗലോഗ് പിന്നെ തമിഴ് അതൊക്കെ പള്ളിയിൽ കൊടുക്കും. പള്ളി കൊടുക്കുമ്പം അത് ഓരോ പേപ്പറിൽ വചനം പ്രിൻ്റ് ചെയ്തിട്ട് സ്റ്റേപ്ലർ ചെയ്തിട്ട് അത് കൊടുക്കുന്നത്. പിന്നെ ചേട്ടൻ്റെ ഓഫീസിൽ കുറേ അതർ രാജ്യത്തെ കുറേ ആൾക്കാരുണ്ട്. അപ്പോൾ അതനുസരിച്ചാണ് ഞങ്ങൾ ഉടമ്പടി പത്രം ഓർഡർ ചെയ്യുന്നത്. അപ്പം അവർക്കൊക്കെ ആ പത്രം കാണുമ്പം ഭയങ്കര സന്തോഷത്തോടെ അവർ മേടിക്കുന്നത്. ബിക്കോസ് മാതാവ് എല്ലാവർക്കും ഭയങ്കര നോണാണ് ഈ വേൾഡിൽ. എല്ലാവർക്കും മാതാവിനെ അറിയാം. ഇറസ്പെക്റ്റീവ് ഓഫ് ഏത് റിലീജൻ ആയാലും അവർക്ക് മാതാവിനെ ഭയങ്കര ഇഷ്ടമാണ്. അതുകൊണ്ട് ആ പേപ്പറിന് വേണ്ടി അവർ വെയിറ്റ് ചെയ്യും. അവർ ചിലരൊക്കെ പറഞ്ഞിട്ടുണ്ട്, ഞങ്ങൾ കേരളയിൽ വന്ന് ഞങ്ങൾക്ക് ഇവിടെ ഈ മാതാവിനെ കാണാൻ വരണം. അങ്ങനെയും ഞങ്ങളോട് പ്രോമിസ് ചെയ്തിട്ടുണ്ട് അവർ വരുമെന്ന്. അവർ ഒരു HR ചേട്ടൻ്റെ ഓഫീസിൽ ഒരു HR ഉണ്ട്, വേറെ റിലീജൻ്റെ ആണ്. അവർ ആഗ്രഹിച്ചിരുന്നു മാതാവിൻ്റെ എന്തെങ്കിലും ഒരു രൂപമോ എന്തെങ്കിലും അങ്ങനെ കിട്ടാൻ. പക്ഷെ അത് ചേട്ടനോട് പറഞ്ഞില്ലായിരുന്നു. പക്ഷെ നെക്സ്റ്റ് ഡേ ചേട്ടൻ അതൊന്നും അറിയാണ്ട് അവരുടെ കയ്യിൽ കൊടുത്തപ്പം അവരുടെ കണ്ണിൽ നിന്ന് വെള്ളമാണ് വന്നത്. എന്നിട്ട് അവർ പറഞ്ഞു, ഞാൻ ശരിക്കും ആഗ്രഹിച്ചിരുന്നു പത്രത്തിൻ്റെ കൂടെ മാതാവിൻ്റെ എന്തെങ്കിലും രൂപം എനിക്ക് കിട്ടിയിരുന്നെങ്കിൽ. അപ്പം ആദ്യം ഉടമ്പടിയുടെ മുന്നിൽ ഉടമ്പടി എടുക്കുന്ന മുന്നേ ഞങ്ങളുടെ പ്രെയർ ലൈഫൊക്കെ ഭയങ്കര അതൊരു സിസ്റ്റമാറ്റിക് അല്ലായിരുന്നു. അതായത് സമയം കിട്ടിയില്ലെങ്കിൽ പ്രെയർ ഷോർട്ടാക്കും, അങ്ങനെയായിരുന്നു. ലെറ്റ്സ് ഡു ഷോർട്ട് പ്രെയർ, അങ്ങനെയായിരുന്നു ഞങ്ങളുടെ ആ ഫേമസ് അതൊരു ടാഗ് ലൈനായി മാറിയിരുന്നു ഞങ്ങളുടെ ജീവിതത്തിൽ. പക്ഷേ ഉടമ്പടി ജീവിതം തുടങ്ങിയ പിന്നെ ഡേ എത്ര ഷോർട്ടായാലും ഞങ്ങൾ ഞങ്ങളുടെ പ്രെയർ ഷോർട്ടാക്കില്ല. ഇനിയിപ്പം ഞങ്ങൾ വളരെ ചുരുക്കമാണ് പുറത്ത് തിയേറ്ററിലൊക്കെ ഫിലിം കാണാൻ പോകുന്നത്. അതൊക്കെ നോക്കിയിട്ടും ചെറുപ്പം തൊട്ട് ജോഹാനെ എനിക്ക് നിർബന്ധം ഉണ്ടായി അങ്ങനെ ഇങ്ങനെ ഒന്നും പിക്ചറുകളൊന്നും കാണിക്കാണ്ട് അവനെ ഗോഡിൻ്റെ ഒരു ഷാഡോയിൽ വളർത്തണമെന്ന് ഭയങ്കര നിർബന്ധം ഉണ്ടായി. അപ്പം ഞങ്ങൾ ഭയങ്കര ചൂസിയാണ് പിക്ചർ കാണാൻ പോവാൻ. ഇപ്പം അത് കാണാൻ പോവുകയാണെങ്കിലും അതിനു മുന്നേ ഞങ്ങൾ ഞങ്ങളുടെ ഫാമിലി പ്രെയർ ചെയ്യാണ്ട് എവിടെയും പോവില്ല. അങ്ങനെ പിന്നെ ആരെങ്കിലും
മുമ്പൊക്കെ ആരെങ്കിലും ഞങ്ങളോട് സ്ട്രേഞ്ചേഴ്സ് ഹെൽപ്പായിട്ട് ചോദിക്കാൻ വന്നാൽ ഞങ്ങൾ കുറേ ക്വസ്റ്റ്യനിങ് ചെയ്യുമായിരുന്നു. എന്താണ് നിങ്ങളുടെ പ്രോബ്ലം, ഇതാണോ അതാണോ എന്ന് പറഞ്ഞ് ചിലപ്പോൾ ഞങ്ങൾ കൊടുക്കേയില്ലായിരുന്നു. പക്ഷേ ഇപ്പം ആരെങ്കിലും എന്തെങ്കിലും ചോദിച്ചു വന്നാൽ ഞങ്ങൾ ഒന്നും ചോദിക്കാറില്ല. ഞങ്ങൾ അപ്പം തന്നെ അവരെ ഹെൽപ്പ് ചെയ്യും. ആ കാശോ എന്തെങ്കിലും ഞങ്ങൾ മാനുവലായിട്ട് ഹെൽപ്പ് ചെയ്യണമെങ്കിലും അത് ഈശോയുടെ നാമത്തിൽ എന്നൊരു വാക്ക് പറഞ്ഞിട്ടാണ് ഞങ്ങൾ ചെയ്യുന്നത്. സോ ഞങ്ങളുടെ സ്പിരിച്വൽ ലൈഫിലും വളരെ വളരെ മാറ്റങ്ങൾ വന്നിട്ടുണ്ട്. അതിന് ഞാൻ എപ്പോഴും എൻ്റെ മാതാവിനോട് ഞാൻ നന്ദി പറയുന്നു. സങ്കീർത്തനങ്ങൾ 27 അധ്യായം 3 മുതലുള്ള വാക്യങ്ങൾ. ഒരു സൈന്യം തന്നെ എനിക്കെതിരെ പാളയമടിച്ചാലും എൻ്റെ ഹൃദയം ഭയമറിയുകയില്ല. എനിക്കെതിരെ യുദ്ധമുണ്ടായാലും ഞാൻ ആത്മധൈര്യം വെടിയുകയില്ല. പരിശുദ്ധ അമ്മയുടെ പ്രത്യക്ഷീകരണ സാക്ഷിയായിട്ട് ഷാജി മാത്യു ഷാർജ തൻ്റെ കുടുംബത്തോടും പരിശുദ്ധ അമ്മയുടെ പ്രത്യക്ഷീകരണ സാക്ഷിയായിട്ട് തൻ്റെ അനുഭവം നമുക്ക് മുമ്പിൽ പങ്കുവെക്കുകയായിരുന്നു. വളരെ വ്യക്തതയോടുകൂടിയാണ് തൻ്റെ അനുഭവ സാക്ഷി നമുക്ക് മുമ്പിൽ ഷാജി മാത്യു പങ്കുവെക്കുകയും ചെയ്തത്. കാരണം ഉടമ്പെടുക്കാനുണ്ടായ കാര്യവും അതേ തുടർന്നാണെങ്കിലും പലതവണ ഇവിടെ വരാനൊക്കെ സാധിച്ചിട്ടുണ്ടെങ്കിലും ഉടമ്പെടുക്കാതെ കണ്ട് തിരിച്ചു പോകുന്ന രീതിയിലേക്ക് വന്നിട്ടുണ്ടായിരുന്നു. എന്നാലും തൻ്റെ സുഹൃത്ത് നൽകിയ പച്ചത്തിരിയിലൂടെ നീലത്തിലൂടെയുമാണ് കൂടുതൽ ഉടമ്പടിയിലേക്ക് അടുക്കുന്നത്. കാരണം ആ തിരിയോട് കാണിച്ച വലിയൊരു സ്നേഹവും പ്രാർത്ഥനയും അത് അങ്ങോട്ടേക്ക് കൊണ്ടുപോകാൻ പറ്റാത്ത തരത്തിലുള്ളൊരു സാഹചര്യം വന്നപ്പോൾ അത് വെറുതെ കളയരുത്, ബ്ലെസ്ഡാണ്, ആരെങ്കിലേക്ക് ഉപയോഗിക്കാൻ അറിയുന്ന ആൾക്കാരിലേക്ക് ഏൽപ്പിക്കണം എന്നുള്ള തരത്തിലേക്ക് വന്നപ്പോൾ അത് പരിശുദ്ധമ്മയുടെ ഇടപെടലെന്നോണം അത് ഇവരുടെ കരങ്ങളിലേക്ക് തന്നെ വീണ്ടും അത് അയച്ചു കൊടുത്തുകൊണ്ടൊരു സെപ്പറേറ്റ് ബാഗിലാക്കി അയച്ചു കൊടുത്തുകൊണ്ട് ഇവിടെ കരങ്ങളിലേക്ക് വരികയും ചെയ്യുന്നുണ്ട്. അതേ തുടർന്നാണെങ്കിലും ഇവിടെ ജീവിതത്തിൽ കടന്നു പോയൊരു പ്രതിസന്ധി അത് ഈ വാക്കിൽ നിങ്ങൾക്ക് പൂർണ്ണമായിട്ട് മനസ്സിലാക്കാനായിട്ട് സാധിക്കുകയും ചെയ്യുന്നത് തൻ്റെ ജീവിതഭാഗങ്ങളുടെ പേരിൽ ഒരു കള്ളക്കേസ് വരികയും എന്നാൽ അതേ തുടർന്നാണെങ്കിലും പല രീതിയിൽ മുമ്പോട്ട് പോകുമ്പോഴത്തേക്കും പരിശുദ്ധമ്മയോട് ചേർന്നുകൊണ്ട് പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായിട്ട് ഇത്ര രൂപ അടക്കേണ്ട രീതിയിലേക്കൊക്കെ വരികയൊക്കെ ചെയ്യുന്നുണ്ട്. അവിടുത്തെ 8,000 ദിർഹം എന്ന് പറയുമ്പോൾ ഇവിടുത്തെ 2 ലക്ഷം രൂപ ഓളം വരും. എന്നാൽ അത് അടക്കേണ്ട രീതിയിലൊക്കെ വരുമ്പോഴും ഇവർ സ്വപ്നം കാണുകയാണ് അത് ഇത്ര രൂപ മാത്രമായിട്ട് 3000 സംതിങ് രൂപയായിട്ട് മാത്രം അടക്കേണ്ട രീതിയിലേക്ക് വരികയും എന്നാൽ അതേ തുടർന്നുള്ള കേസുകൾ മുമ്പോട്ട് പോകുമ്പോഴത്തേക്കും ഒരു പരിശുദ്ധമായ വലിയ ഇടപെടലെന്ന് പറയുന്നത് ഇവർ കൊടുക്കുന്നതും ഇവരുടെ ഭാഗത്തുനിന്നുള്ള സത്യസന്ധവും നീതിപൂർവ്വമുള്ള പെരുമാറ്റം അത് ഇവർ ചോദിക്കുന്നുണ്ട്. ഇത് നിങ്ങൾ പൈസ അടക്കേണ്ടതുണ്ടോ എന്നുള്ള തരത്തിലുള്ള NOC ആണ് ഇവിടെ കയ്യിലുള്ള പേപ്പർ എന്ന് പറയുന്നത്. കാരണം ഇവർ പൈസ അടക്കേണ്ട ആവശ്യം തരത്തിലേക്കാണ് വരുന്നത്. എന്നാൽ പൈസ അടക്കണമെന്ന് പറയുകയും ചെയ്യുന്നുണ്ട്, എന്നാൽ പൈസ അടക്കേണ്ട ആവശ്യമില്ലാതെ കണ്ട് വരുന്നത്. കാരണം അവിടെയുള്ള അധികാരികൾക്ക് പോലും എന്താണ് ഇവിടെ നടക്കുന്നുള്ളൊരു വളരെയേറെ ഒരു കൺഫ്യൂഷനിലേക്കാണ് കടന്നുവരികയും ചെയ്യുന്നത്. എന്നാൽ യാതൊരു വിധമായ കാര്യങ്ങളെല്ലാം മാറ്റി നിർത്തിക്കൊണ്ട് പരിശുദ്ധ ഇടപെടലിലൂടെ ഇവരുടെ ആ കേസ് പിൻവലിക്കുകയും അതേ തുടർന്നാണെങ്കിലും ഇവർക്ക് ലേബർ കോൺട്രാക്റ്റ് വിത്തൗട്ട് ബാൻ എന്ന രീതിയിൽ അത് മാറ്റി നിർത്തിക്കൊണ്ട് പൂർണ്ണമായിട്ട് എല്ലാവിധമായ സാഹചര്യങ്ങളും പരിശുദ്ധ അമ്മ ഒരുക്കി ഈ കുടുംബത്തെ അനുഗ്രഹിച്ചതോടൊപ്പം തന്നെയാണെങ്കിലും ഈ കുടുംബത്തിലെ മകൻ ജോഹാൻ്റെ അനുഭവസാക്ഷിയിലും അവൻ ഏത് വിഷയം പഠിക്കണമെന്നുള്ള രീതിയിലേക്ക് കടന്നു വരുമ്പോഴും പ്രാർത്ഥനയിലൊന്നുപോലെ അവൻ ആവശ്യപ്പെട്ടില്ല എങ്കിലും അവൻ്റെ ഉള്ളിൽ ഇപ്രകാരം ഒരു ശബ്ദം കേൾക്കി ഇന്ന വിഷയങ്ങൾ പഠിക്കണമെന്നുള്ളത്. അത് മെക്ബെത്ത് എയറോസ്പേസ് എഞ്ചിനീയറിങ് പഠിക്കാനായിട്ട് തീരുമാനിക്കുകയും അതേ തുടർന്നാണെങ്കിലും പരിശുദ്ധ അമ്മയുടെ അനുഗ്രഹമെന്നോണം തനിക്ക് ലൈസൻസൊക്കെ പാസ്സാകുകൊണ്ട് അവിടുത്തെ ലൈസൻസ് ടെസ്റ്റ് എന്ന് പറയുക വളരെയേറെ ബുദ്ധിമുട്ടോടുകൂടിയാണ് മുമ്പോട്ട് പോവുകയും ചെയ്യുന്നത്. അത് 4 കടമ്പകളുണ്ട്. എന്നാൽ അസസ്മെൻറ്റ് ടെസ്റ്റിൽ പലതവണ ഫെയിലായിട്ടും അത് വീണ്ടും അത് പാസ്സാകുവാനൊക്കെ ആയിട്ട് സാധിക്കുകയും ചെയ്തത് പരിശുദ്ധമ്മയോട് ചേർന്നുകൊണ്ടുള്ള ഉറച്ച വിശ്വാസത്തോടു കൂടെയുള്ള ഈ കുടുംബത്തിൻ്റെ സാക്ഷ്യം തന്നെയാണ് ഈ കുടുംബത്തെ പരിശുദ്ധ അമ്മയുടെ പ്രത്യക്ഷീകരണ സാക്ഷിയായിട്ട് മാറ്റുകയും ചെയ്യുന്നത്. ഇനി മുമ്പോട്ടുള്ള ഇവിടെ യാത്രയിൽ പരിശുദ്ധ അമ്മയുടെ പ്രത്യക്ഷീകരണ സാക്ഷിയായിട്ട് ഈ കുടുംബത്തെ മാറ്റട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. ഒപ്പം നമ്മളെയും പ്രത്യക്ഷീകരണത്തിൻ്റെ സാക്ഷികളായിട്ട് ഉയർത്തട്ടെ എന്ന് ഈ അൾത്താരയിൽ നമുക്ക് പ്രാർത്ഥിക്കുകയും ചെയ്യാം.